അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 2023 നടന്ന ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നടത്തുന്നത്. ഇതിൽ 6 പ്രവർത്തനങ്ങളാണുള്ളത്. അതിലെ ഫസ്റ്റ് പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് അൽ ബയാൻ, വിവരണമാണ്. നഖ്റ ഉൽ ഫിക്ര, പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു, നമുക്ക് ഉത്തരം നൽകാം. അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള ക്വസ്റ്റ്യന്. അൽ ഹിന്ദു, ഇന്ത്യ. വതനുന, നമ്മുടെ രാജ്യമാണ്. ആസിമത്തുഹ, അതിന്റെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഫിൽ ഹിന്ദി, ഇന്ത്യയിലുണ്ട്. സമാനിയത്തും വ ഇശ്രീന വിലായത്തൻ, 28 സംസ്ഥാനമാണുള്ളത്. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. മിൻ സൈത്വറത്തിൽ ബരിത്വാനിയ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും. ഫി ഖാമിസ് അഷ്റ ഓത്തുസ്, ആഗസ്റ്റ് 15, 1947 മീലാദിയ. അൽഫും വത്തിസ്ഫുമി ആ സബ്ഇൻ വ അർബഈന മീലാദിയ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഷാറക്ക, പങ്കുചേർന്നു. ഫി ഹറക്കത്തിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. സുഅമാഉ, നേതാക്കന്മാര്. മിസ്ല അസയ്യിദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു. അവലി റഈസിൽ വുസറാ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. വസയ്യിദ് മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി അൽ മഅറൂഫ്, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ബി അബിൽ വത്വൻ, രാഷ്ട്രപിതാവ് എന്നാണ്. വസയ്യിദു അബുൽ കലാം ആസാദ്, അദ്ദേഹവും പങ്കുചേർന്നിട്ടുണ്ട്. അദ്ദേഹം അവലി വസീരി തഅലീം, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാഹിയ ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം, ന്യൂഡൽഹി, മുംബൈ, കാലിക്കോത്ത്. ബ ആണ് ആൻസർ, ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, മത ഇസ്തഖല്ലത്തിൽ ഹിന്ദു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്നാണ്? യനായർ 26 ജനുവരി 26, ഡിസംബർ 18, ഒത്തുസ് ആഗസ്റ്റ് 15, നവംബർ 11. ആൻസർ ജീമാണ്, ആഗസ്റ്റ് 15. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കം വിലായത്തൻ, എത്ര സംസ്ഥാനമാണ് ഫിൽ ഹിന്ദി, ഇന്ത്യയിലുള്ളത്? 28 82 14 41? ആൻസർ അലിഫാണ്, എ ആണ്. 28 സംസ്ഥാനമാണുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മൻ ഹുവ, ആരാണ്? അവ്വലു റഈസിൽ വുസറാഇൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആണോ, മഹാത്മാഗാന്ധിയാണോ, അബുൽ കലാം ആസാദ് ആണോ, നേതാജിയാണോ? ആൻസർ എ ആണ്, അലിഫ്, ജവഹർലാൽ നെഹ്റു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യുറഫു, മഹാത്മാഗാന്ധി അറിയപ്പെടുന്നത് ബിഡാഷ്, റഈസിൽ വുസറാ എന്നാണോ, വസീറു തർബിയത്തിൽ അവൽ എന്നാണോ, അബിൽ വത്തൻ എന്നാണോ, ഷാഷാജിയാണോ? ആൻസർ ജീമാണ്, അബിൽ വത്തൻ, രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. അൽ മൻലൂബ്, പോയമാണ് കൊടുത്തിരിക്കുന്നത്. നഖ്റ ഉത്തസ്രീഹാത്ത്, പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. വനഹ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ അബിയാത്തിൽ മുനാസിബ, യോജിച്ച ബൈത്ത്, വരികളെ തിരഞ്ഞെടുക്കണം. ലഹ, അതിനോട്, ആ പ്രസ്താവനകളോട് യോജിച്ച ലൈന് കവിതയിൽ ഏതാണ് അത് അതിൻ്റെ നേരെ എഴുതണം. ഫസ്റ്റ് നോക്കൂ. ആദ്യം നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം. വ അഖ്ലിൽ വഖ്ത, സമയം ഞാൻ ചിലവഴിക്കും. ബൈനഹും, അവർക്കിടയിൽ പറഞ്ഞ സുഹൃത്തുക്കൾക്കിടയിൽ ഞാൻ സമയം ചിലവഴിക്കും. ബി തസ്ലിയത്തിൻ വ അൽ ആബ്, തസ്ലിയത്ത് സമാധാനത്തിനു വേണ്ടിയും, വ അൽ ആബ് കളികൾക്കുമായിട്ട് ഞാൻ സമയം വിനിയോഗിക്കും. ഉഹിബുൽ ഖൈറ, നന്മയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. യഅ്തീനി, എനിക്ക് വന്നെത്തുവാൻ. വ അഹ്വാഹു ലി അസ്ഹാബി, എൻ്റെ സുഹൃത്തുക്കൾക്കും അത്, ആ നന്മ വന്നു ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിദാക്കല്ലാഹു ഔസ്വാനി, അള്ളാഹു അത് എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. ഫ ഇന്നി, നിശ്ചയം ഞാൻ, ലസ്തു അയ്യാബിൻ, ആരെയും ആക്ഷേപിക്കുന്നവനല്ല. വലൗ ഫളുൻ ബക്കിയ ഇന്ദി, എൻ്റെ അടുക്കൽ വല്ല നന്മയും അവശേഷിക്കുകയാണെങ്കിൽ
സഉഅതി ഞാനത് നൽകും, അൽ ഫളല അഹ്ബാബി അത് എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ നൽകും. ഇനി ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ഞാൻ ഉഹിബ്ബുൽ ഖൈറ നന്മയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ലീ എനിക്കും, വലി അസ്തിക ഈ എൻ്റെ കൂട്ടുകാർക്കും നന്മയുണ്ടാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ പ്രസ്താവനയോട് കവിതയിൽ യോജിച്ചു വരുന്ന ലൈന് രണ്ടാമത്തേതാണ്. ഉഹിബ്ബുൽ ഖൈറ യഅ്തീനി വഅഹ്വാഉ ലി അസ്ഹാബി എന്നതാണ് കവിതയുടെ വരിയാണ്. രണ്ടാമത്തേത് നോക്കൂ. അൽ അബു ഞാൻ കളിക്കും, മഅ അസ്തിക ഈ എൻ്റെ കൂട്ടുകാരോടൊപ്പം, വഅഖ്ലി വഖ്തി എൻ്റെ സമയം ഞാൻ ചിലവഴിക്കും, മാഹും അവരോടൊപ്പം. ഇതുമായിട്ട് യോജിച്ചു വരുന്നത് ഫസ്റ്റ് ലൈനാണ്. വഅഖ്ലിൽ വഖ്ത ബൈനഹും ബിതസ്ലിയത്തിൻ വഅൽ ആബിൻ. മൂന്നാമത്തേത് നോക്കൂ. അബ്ദുലു ഞാൻ ചിലവഴിക്കും, മാ ബക്കിയ ഇന്തി എൻ്റെ അടുക്കൽ അവശേഷിക്കുന്ന ഒന്ന്, മിനൽ ഖൈരി നന്മയിൽ നിന്ന്, വലിയ അസ്തിക ഈ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നന്മയിൽ നിന്ന് എൻ്റെ അടുക്കൽ അവശേഷിക്കുന്ന ഒന്ന് ഞാൻ നൽകും. ഇതുമായിട്ട് യോജിച്ചു വരുന്നത് ലാസ്റ്റ് ലൈനാണ്. വലൗ ഫളലും ബക്കിയ ഇന്തി സഉഅതിൽ ഫളല അഹ്ബാബി. ഇനി നാലാമത്തെ നോക്കൂ. ലസ്തു ഞാൻ അല്ല, ബി അയ്യാബിൻ ആക്ഷേപിക്കുന്നവനല്ല, ലി അന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഔസ്വാനി ബിദാലിക അങ്ങനെ ചെയ്യരുതെന്ന് അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് യോജിച്ചു വരുന്നത് ബിദാക്കല്ലാഹു മൂന്നാമത്തെ ലൈനാണ്. ബിദാക്കല്ലാഹു ഔസ്വാനി ഫ ഇന്നി ലസ്തു അയ്യാബിൻ ഞാൻ ആരെയും ആക്ഷേപിക്കുന്നവനല്ല, അങ്ങനെ ആക്ഷേപിക്കരുതെന്ന് എന്നെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യവുമുണ്ട്. ബാ നോക്കൂ. നെഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കണം, ജവാബൻ സ്വഹീഹ ശരിയായ ഉത്തരം. മൻ ആരാണ്, അല്ലഫൽ മൻലൂമ പോയം രചിച്ചത്, അസ്വദീഖുൽ മുഖ്ലിസ് എന്ന കവിത രചിച്ചത് ആരാണ്? ഓലിബ് മുഹന്നി എന്ന കവിയാണോ, അഹമ്മദ് ഷൗക്കിയാണോ, ഹാഫിള് ഇബ്രാഹിമാണോ? ശരിയായത് അലിഫാണ്. ഓലിബുൽ മുഹന്നി. ഓലിബുൽ മുഹന്നിയാണ് അസ്വദീഖുൽ മുഖ്ലിസ് എന്ന കവിത രചിച്ചത്. മൂന്നാമത്തെ പ്രവർത്തനം അനാസിറുൽ ഭാഷയുടെ ഇനങ്ങൾ. നഖ്റ ഉൽ അൽഫാൽ താലിയ താഴെയുള്ള ലഫ്ലുകൾ പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നഖ്റ നമുക്ക് വായിക്കാം, അൽ അൽഫാൽ താലിയ താഴെയുള്ള ലഫ്ലുകളെ. വനക്തുബു നമുക്ക് എഴുതാം, മുഫ്രദഹ അവയുടെ ഏകവചനം, കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ. ജംഉകൾ കൊടുത്തിട്ടുണ്ട്, അവയുടെ ഏകവചനം നമ്മൾ എഴുതണം. വഖ്തുൻ വഖ്തിന്റെ ജം ആണ് ഔഖാത്ത്. അതുപോലെ അസ്തികാ കൂട്ടുകാർ എന്നതിൻ്റെ ഏകവചനമാണ് സ്വദീഖുൻ, ജം ആണ് അസ്തികാ. അൻഹാറുൻ എന്ന് പറഞ്ഞാൽ നദികളാണ്, അൻഹാറിന്റെ മുഫ്രദ് നെഹ്റുൻ നദി. അതുപോലെ അറാസ് ചെടികളാണ്, ചെടിയുടെ ഏകവചനം ഉർസുൻ, ജം ആണ് അറാസുൻ. ബാ നോക്കൂ. നുകമ്മിലുൽ ജുംല സെന്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ബി മുസാഇദത്തി സുവരി പിക്ചേഴ്സിന്റെ സഹായത്തോടു കൂടി. ഇവിടെ പിക്ചർ ഒന്ന് ലക്ക് ലക്കാണ്, കൊക്ക്, അതുപോലെ തന്നെ അടുത്തത് തോഊസും മയിലാണ്. ഇനി ഇത് മുലാഫുൻ ഇലൈഹിക്കുള്ള രണ്ട് മുലാഫുൻ ഇലൈഹി ഇവയുടെ പ്രവർത്തനമാണ്. ഇവിടെ മുലാഫ് കൊടുത്തിട്ടുണ്ട്. മുലാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുന്നതിനെയാണ് മുലാഫ് എന്ന് പറയുക. മുലാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണോ ഇസ്മ ചേർക്കപ്പെടുന്നത് അതിനെ മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നു. മുലാഫായിട്ട് വരുന്ന ഇസ്മിന്റെ മുന്നിലെ അലിഫ്ലാം ചേർക്കുകയോ അവസാനത്തിൽ തെൻവീനോ പാടില്ല. എന്നാൽ മുലാഫുൻ ഇലൈഹിക്ക് എപ്പോഴും ജറായിരിക്കണം. മുലാഫുൻ ഇലൈഹിയുടെ ഫസ്റ്റിൽ അലിഫ്ലാം ഉണ്ടെങ്കിൽ തെൻവീന് ചേർക്കാൻ പാടില്ല, തെൻവീന് ഉണ്ടെങ്കിൽ അലിഫ്ലാം ഒഴിവാക്കണം. ഫസ്റ്റ് നോക്കൂ. ലൗനു എന്ന് പറഞ്ഞാൽ കളറാണ്, അതൊരു ഇസ്മാണ്. അതുപോലെ തന്നെ തോഊസിനെയാണ് ഇനി ചേർക്കേണ്ടത്. മയിലിൻ്റെ എന്ന അർത്ഥം കിട്ടും ഈ ചേർക്കൽ മുഖേന. ലക്ക് കൊക്കിൻ്റെ കളറ്, ലൗനുൽ ലഖ്ലഖി ലാസ്റ്റ് ജെറ് കൊടുക്കണം മുലാഫുൻ ഇലൈഹിക്ക്.
ലൗനുൽ ലഖ്ലക്കി. ഇനി ഈ ലഖ്ലക്കി എന്ന അലിഫ്ലാം ചേർത്തിട്ടാണ് പറയുന്നത് എങ്കിൽ തെൻവീൻ പാടില്ല, അല്ലെങ്കിൽ ലൗനു ലഖ്ലക്കിൻ തെൻവീൻ ചേർത്തും പറയാം രണ്ടാമത്തെ ഇസ്മായ മുളാഫിൻ ഇലൈഹിക്ക്. അപ്പൊ എന്തായി അർത്ഥം? ലൗനുൽ ലഖ്ലക്കി, ലഖ്ലക്കിന്റെ കളറ് അബിയലുൻ വെളുത്തതാണ്. രീഷു തൂവൽ തോഊസ് മയില് ജമീലുൻ ഭംഗിയുള്ളതാണ്. മയിലിന്റെ തൂവല് പീലി എങ്ങനെയുള്ളതാണ്? ജമീലുൻ ഭംഗിയുള്ളതാണ്. അപ്പൊ എങ്ങനെ എഴുതണം? രീഷു തോവൂസി അല്ലെങ്കിൽ രീഷു തോവൂസിൻ എന്ന് തെൻവീൻ ചേർക്കുക. ഫസ്റ്റ് അലിഫ്ലാം കളയുക, അല്ലെങ്കിൽ അലിഫ്ലാം ചേർക്കുകയാണെങ്കിൽ തെൻവീൻ കളഞ്ഞ് എഴുതുക. നാലാമത്തെ പ്രവർത്തനം നോക്കാം. അൽ ഹിവാർ കോൺവെർസേഷൻ ആണ്. നക്ര ഉൽ ഹിക്കായ ചെറുകഥ നമുക്ക് വായിക്കാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ഹിവാറൻ കോൺവെർസേഷൻ ബി മുസാഅദത്തിഹ അവയുടെ സഹായത്തോടു കൂടി. അൻകദ യാസിർ രക്ഷപ്പെടുത്തി സ്വദീഖഹു അവന്റെ കൂട്ടുകാരൻ രാജുവിനെ മിനൽ ഉറക്കി മുങ്ങലിൽ നിന്ന്. ഫഹസലാല അവന് ലഭിച്ചു ജായിസത്തിൻ സമ്മാനം ലിഷുജാഅത്തി ധീരതക്ക് മിൻ റഈസിൽ ജുംഹൂരിയത്തി രാഷ്ട്രപതിയിൽ നിന്ന്. ഫദഅബ മഅ വാലിദിഹി അവന്റെ ഉപ്പയോട് കൂടി അപ്പോൾ പോയില്ല ഡൽഹിയിലേക്ക്. ഖളാ യാസിർ കഴിച്ചുകൂട്ടി ഫി ഡൽഹി യൗമൈൻ 2 ദിവസം ഡൽഹിയിൽ കഴിച്ചുകൂട്ടി. വശാഹദ അവൻ കാണുകയും ചെയ്തു ബർലമാൻ പാർലമെന്റ്, വൽ മസ്ജിദുൽ ജാമിഇനെയും അതുപോലെ തന്നെ വൽ ഖൽഅത്തുൽ ഹംറ ചെങ്കോട്ടയും വഇറഹ അവയല്ലാത്തതും അവന് കണ്ടു. കാനത്തി റിഹ്ലത്തു യാത്രയായിരുന്നു മുസല്ലിയത്തൻ വളരെ രസകരമായിരുന്നു. ഇന്ദമ വസല യാസിർ എത്തിയപ്പോൾ ഇലസൊഫി ക്ലാസ്സിലേക്ക് ദാറ ബൈനഹു വബൈനൽ മുദരിസി ഹിവാറുൻ അധ്യാപകനും അതുപോലെ അവനും ഇടയിൽ കോൺവെർസേഷൻ നടന്നു. നിങ്ങൾ ഈ കോൺവെർസേഷൻ ഫില്ല് ചെയ്യണം. അൽ മുദരിസ് അതുപോലെ തന്നെ യാസിറും തമ്മിൽ. ഫസ്റ്റ് അവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. യാസിർ പറയുന്നുണ്ട് സൊബാഹുന്നൂർ. അപ്പൊ അവിടെ എന്ത് കൊടുക്കണം? സൊബാഹുൽ ഖൈർ എന്ന് ചേർത്ത് കൊടുക്കുക. മുദരിസ് ചോദിക്കുകയാണ് മത്താ വസ്വൽത്ത നീ എപ്പോഴാണ് എത്തിയത്? മസാ അംസി ഇന്നലെ വൈകിട്ട്. മുദരിസ് ചോദിക്കുന്നു മഅമൻ ആരോടൊപ്പമാണ്? ദഹബ്ത ഇലാ ഡൽഹി നീ ഡൽഹിയിലേക്ക് ആരുടെ കൂടെയാണ് പോയത്? ദഹബ്തു മഅ വാലിദി എന്റെ ഉപ്പയോട് കൂടിയാണ് ഞാൻ പോയത് എന്ന് അവന് ഉത്തരം പറയാം. അൽ മുദരിസ് അധ്യാപകൻ ചോദിക്കുകയാണ് കം യൗമൻ എത്ര ദിവസമാണ്? ഖളൈത ഫി ഡൽഹി നീ ഡൽഹിയിൽ കഴിച്ചുകൂട്ടിയത്? യൗമൈനി 2 ദിവസം. മാതാ ഷാഹദത്ത ഹുനാക അവിടെ നീ കണ്ടത് എന്താണ്? അൽ ബർലമാൻ വൽ മസ്ജിദുൽ ജാമിഅ വൽ ഖൽഅത്തുൽ ഹംറാ. മുദരിസ് ചോദിക്കുകയാണ് കൈഫ കാനത്തി റിഹ്ലത്തു യാത്ര എങ്ങനെയായിരുന്നു? യാസിർ കാനത്തി റിഹ്ലത്തു യാത്ര മുസല്ലിയത്തൻ വളരെ ആസ്വാദനം നിറഞ്ഞതായിരുന്നു. അഞ്ചാമത്തെ പ്രവർത്തനം അൽ ഖിസ്വ കഥയാണ്. നുഇദ്ദുൽ ഖിസ്വ കഥ നമുക്ക് തയ്യാറാക്കാം. ബിമുസാഅദത്തി സുവരി പിക്ചേഴ്സിന്റെ സഹായത്തോടെ വൽ ജുമലി സെന്റൻസിന്റെയും. താഴെ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അവ ഓർഡറാക്കിയിട്ട് കഥയാക്കി മാറ്റണം ഈ പിക്ചർ നോക്കിയിട്ട്. ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് ഒരു അന്ധനായ കുട്ടി ഇരിക്കുന്നതാണ് വീടിന്റെ ഫ്രണ്ടില്. രണ്ടാമത്തെ പിക്ചറിൽ കാക്കക്കുഞ്ഞ് താഴെ വീഴുന്നു കൂട്ടിൽ നിന്നും ഒരു പൂച്ച അതിലേക്ക് അടുത്ത് വരുന്നതും. മൂന്നാമത്തെ പിക്ചറിൽ ആ അന്ധനായ കുട്ടി കല്ലെടുത്തിട്ട് പൂച്ചയുടെ നേരെ എറിയുന്നതായിട്ടാണ് കാണുന്നത്. നാലാമത്തെ പിക്ചറിൽ ആ കുട്ടി മരത്തിൽ കയറുകയും പോക്കറ്റിലെ ആ പക്ഷിക്കുഞ്ഞിനെ വെച്ചതുമായിട്ടാണ് കാണുന്നത്. അസ്ര രാജു ധൃതി കാണിച്ചു ഇലൽ ഫർഹി ആ പക്ഷിക്കുഞ്ഞിലേക്ക്. എന്നിട്ട് അഹദ ഹജറൻ കല്ലെടുത്തു. വറമാനഹുവൽ കിത്തി പൂച്ചയുടെ നേരെ എറിയുകയും ചെയ്തു. ഇത് പിക്ചറിൽ വരുന്നത് 3ാമത്തെ പിക്ചറാണ് ഈ സെന്റൻസിന് യോജിച്ചു വരുന്നത്. ഫഇദ ഫർഹുൽ ഉറാബി കാക്കയുടെ കുഞ്ഞ് സക്കത്ത മിൻ ഉഷിഹി കൂട്ടിൽ നിന്നും വീണു.
വസമിയ കിത്തൻ പൂച്ച കേട്ടു യമു മിൻ കരീബ് അടുത്ത് നിന്നും മ്യാവ് എന്നുള്ള പൂച്ചയുടെ സൗണ്ട് കേൾക്കുകയും ചെയ്തു. ഇവിടെ ഈ രണ്ടാമത്തെ ഈ സെന്റൻസിനോട് യോജിച്ച് വരുന്നത് രണ്ടാമത്തെ പിക്ചറാണ്. മൂന്നാമത്തെ നോക്കൂ. കാന രാജു വലതൻ വരീറൻ, രാജു അന്ധനായ കുട്ടിയായിരുന്നു. മറത്തൻ ഒരിക്കൽ, കാന ജാലിസൻ ഫി വാജിഹത്തിൽ ബൈത്തി, വീടിന്റെ ഫ്രണ്ടിൽ അവന് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് വസമി സൗത്തൻ, അവനൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. ഇത് ഫസ്റ്റ് പിക്ചറാണ്. അടുത്തത് തസല്ലക രാജു, തസല്ലക രാജു അഷജറത്ത, മരത്തിൽ രാജു കയറുന്നു. വൽഫർഹു, പക്ഷിക്കുഞ്ഞ് ഫി ജൈബിഹി, അവന്റെ പോക്കറ്റിലുണ്ട്. നാലാമത്തെ പിക്ചറാണ് ഈ സെന്റൻസിൽ പറയുന്നത്. ഇതെല്ലാം ഓർഡർ ആക്കിയിട്ട് അത് ഒരു കഥയാക്കി എഴുതുക. നെക്തുബു, നമുക്ക് ബായിലെ പ്രവർത്തനം. നെക്തുബു ഉൻവാനൻ, നമുക്ക് ഉൻവാൻ ഒരു ഹെഡിങ് എഴുതണം. മുലായിമൻ, യോജിച്ചത്. ലിആദിഹിൽ ഖിസ്വ, ഈ കഥക്ക് യോജിച്ച ഒരു ഹെഡിങ് തലക്കെട്ട് കൊടുക്കാനാണ് പറയുന്നത്. അമലുൻ മിസാലിയുൻ, മാതൃകാ പ്രവർത്തനം എന്ന് കൊടുക്കാം. വലതുൻ വരീറുൻ, അന്ധനായ കുട്ടി, നല്ലൊരു ഹെഡിങ് കൊടുക്കാം. ആറാമത്തെ പ്രവർത്തനം അൽ മുദക്കിറ, ഒരു കുറിപ്പാണ് തയ്യാറാക്കാനുള്ളത്. നൊഇദ്ദു മുദക്കിറ, നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. അൻ റുകൂബി ദറാജ, സൈക്കിൾ റൈഡിങ്ങിനെ കുറിച്ച്. ബിമുസാഅദത്തിൽ അൽഫാളി, ലഫ്ലുകളുടെ സഹായത്തോടു കൂടി. ഫിൽ മുറബ്ബഇ, മുറബ്ബയിൽ കൊടുത്തിരിക്കുന്ന ലഫ്ലുകൾ ഉപയോഗപ്പെടുത്തി വേണം എഴുതാൻ. റിയാളത്തുൻ ബദനിയത്തുൻ, ശാരീരികമായിട്ടുള്ള ഒരു വ്യായാമമാണ്. തോഴ്ത്തി, അത് നൽകുന്നു. സിഹത്ത്, ആരോഗ്യം. തസീദു പറഞ്ഞ വർദ്ധിക്കുന്നു. തുകവി, ശക്തിപ്പെടുത്തുന്നു. മർക്കബുൻ എന്ന് പറഞ്ഞാൽ വാഹനം. കുവ്വത്തുൻ, ശക്തി. അൽ ജിസ്മ, ജിസ്മ ശരീരം. ലിത്തുല്ലാബി, തുല്ലാബ് സ്റ്റുഡന്റ്. ലിത്തുല്ലാബി വിദ്യാർത്ഥികൾക്ക് വേണ്ടി. നഷാത്തുൻ, ഉന്മേഷം. അൽ അലലാത്ത്, മസിലുകള്. മുനാസിബുൻ, യോജിച്ച. ഈ വേർഡുകളെല്ലാം ഉപയോഗപ്പെടുത്തി വേണം മുദക്കിറ തയ്യാറാക്കാൻ. ഉഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. റുകൂബ ദറാജത്തി, സൈക്ലിംഗ് ഞാൻ ഇഷ്ടപ്പെടുന്നു. ലി അന്നഹ, കാരണം അത്. ഇനി ബാക്കി വേർഡ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തണം. നമുക്ക് എങ്ങനെ എഴുതാം? ലി അന്നഹ, കാരണം അത്. റിയാളത്തുൻ ബദനിയത്തുൻ, ശാരീരികമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതുപോലെ വമർക്കബുൻ മുനാസിബുൻ, യോജിച്ച. മർക്കബുൻ, വാഹനമാണ്. ലിത്തുല്ലാബി, വിദ്യാർത്ഥികൾക്ക്. ഹിയ, അത്. തസീദുൽ ജിസ്മ, ശരീരത്തിന് വർദ്ധിപ്പിക്കുന്നു. കുവ്വത്തൻ, ശക്തിയും. വനശാത്വൻ, ഉന്മേഷവും. വതുഖവ്വി, ശക്തിപ്പെടുത്തുന്നു. അൽ അലലാത്ത, പേശികളെ. മസിലുകൾക്ക് ശക്തി നൽകുന്നു. മസിലുകൾക്ക് ശക്തി നൽകുന്നു. വതുഅത്തിൽ ജിസ്മ, ശരീരത്തിന് നൽകുന്നു. സിഹത്തൻ, ആരോഗ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.